അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇതാ ഇവിടെ ചേട്ടൻ ഇങ്ങനെ ഇളക്കണം കേട്ടോ. 1500ഓളം പേർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന എവിടെ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ പൊന്നുമക്കളെ ജനസാഗരം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കരിക്കാട് ഉത്സവം 2025 എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഉത്സവ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മലയാള സിനിമയുടെ അഭിമാന താരം കലാഭവൻ ഷാജോൺ ചേട്ടനാണ്. ഒപ്പം നമ്മുടെ കലാഭവൻ ജോഷി ചേട്ടൻ, അതുപോലെ തന്നെ പ്രേംദാസ് അരീക്കോട് ചേട്ടൻ, അങ്ങനെ മിമിക്രി കലാകാരന്മാരും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും അവരെ കാണാൻ വേണ്ടിയിട്ട് ഇതാ ജനം തടിച്ചു കൂടിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവരൊരുപാട് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ പിരിഞ്ഞു പോയ ശേഷം ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞ ശേഷം ഇതാ കൊടി ഉയർന്നു. കരിക്കാട് മഹോത്സവത്തിന് കൊടിയേറിയ ശേഷം എൻ്റെ പൊന്നുമക്കളെ ഇത് കണ്ടങ്ങളെ ജനങ്ങളിങ്ങനെ നീണ്ട നിര കണ്ടോ. ഇതെന്തിനാ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നല്ല കിണ്ണം കാച്ചി സാമ്പാർ ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗംഭീരമായിട്ടുള്ള അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1500 ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്പാർ, ഉപ്പേരി, പപ്പടം, അതുപോലെ തന്നെ 2 കൂട്ടുകറി, നല്ല കിടില അച്ചാറുണ്ടായിരുന്നു. അടിപൊളി ഈടി വെട്ട് സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വയറ് നിറച്ച് കഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൂട്ടുപേരയിൽ മാത്രമല്ല പൊന്നാര ചങ്കള ഫുഡ് കൊടുക്കുന്നു കേട്ടോ. പുറത്തും ഉണ്ടായിരുന്നു പന്തലൊക്കെ പ്രത്യേകം സെറ്റപ്പ് ചെയ്തിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആളുകൾക്കാണ് ഇവിടെ ഈ 7 ദിവസവും ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാം ആവോളം സ്നേഹത്തോട് കൂടിയിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായിട്ടുള്ള കരിക്കാട് മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ വേറെ വേറെ ലെവലായിരുന്നു പൊന്നാര മക്കളെ. അങ്ങനെ ഞാൻ കരിക്കാട് ഉത്സവത്തിൻ്റെ 1ാം ദിനത്തെ എല്ലാ കാഴ്ചകളും കണ്ട് നല്ല കിടിലൻ സദ്യയൊക്കെ കഴിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഒരുപാട് കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തിട്ടുകൂടി ഉണ്ടായിരുന്നു വീഡിയോയിലൂടെ. അങ്ങനെ അവസാനം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമുണ്ട്.